ഒരു ഫാമിലി വ്ളോഗാണേ. അപ്പോൾ ഇന്നൊരു പണിമുടക്കാണ്. അപ്പോൾ ഇത് ഞാനും ജോസു എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ മോളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെ ഫാമിലീസിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് നൈബേഴ്സ് എല്ലാവരും ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ അറിയോ, ഇവിടെ 7 ഫാമിലി വീടുകളാണ്. മീൻസ് അമ്മേൻ്റെ മാമൻ്റെ മാമിയുടെ അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മളെ തറവാട് വീട്, അങ്ങനെ 7 വീടുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 7 വീടാന്ന്. അപ്പോൾ 7 വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ തറവാട് വീടാണ്, അതേപോലെ തന്നെ അമ്മയുടെ മാമന്മാരുടെ വീടുണ്ട് ഇവിടെ, എൻ്റെ കസിൻസിൻ്റെ വീടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഹർത്താൽ ദിവസങ്ങളിലും അതേപോലെ തന്നെ സൺഡേ ഒക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു സെലിബ്രേഷൻ വരുമ്പോൾ ഓണം, വിഷു അതുപോലെയുള്ള സെലിബ്രേഷൻ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു തറവാട് വീട്ടിൽ നിന്ന് ഇത് ആഘോഷിക്കാറ്. കാരണം നമ്മൾ സദ്യയെല്ലാം ഒരുക്കുന്നത് എല്ലാവരും ഒരുമിച്ച്, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു രസമുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീടൊന്ന് പരിചയപ്പെടുത്തരാം. ആദ്യത്തെ വീട് എന്ന് പറയുന്നത് അമ്മയുടെ മാമൻ്റെ ഒരു വീടാണ്. അപ്പോൾ മാമനും മാമിയും അവിടെയുള്ളത് നമുക്കൊന്ന് കാണാം. വാ. ജോസൂട്ടിയില്ലേ ആക്ച്വലി നല്ലൊരു ഡാൻസറാണ്, നന്നായിട്ട് ഡാൻസ് കളിക്കും, അതേപോലെ തന്നെ പാടാനും ഒക്കെ നല്ലൊരു കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ എന്തായാലും ജോസൂട്ടിയുടെ ഡാൻസ് നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാമിയുടെ വീട്. അപ്പോൾ നമ്മൾ മാമിയുടെ വീട്ടിലാണ് എത്തിയത്. അപ്പോൾ ഇതാണ് നമ്മളെ മാമനും മാമിയും ഇവിടെ ഉണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ചോ? സ്പെഷ്യൽ ഉണ്ടായോ? പണി കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും സദ്യ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നല്ല രീതിയിൽ ഭക്ഷണം ആക്കാനൊക്കെ അറിയുന്ന ഒരു മാമിയാണ്. അപ്പോൾ മാമൻ അതേപോലെ പെരളശ്ശേരി ഒരു കച്ചവടം ചെയ്യാണ്. അപ്പോൾ ഇന്ന് ശരിക്ക് പണിമുടക്കം ആയതുകൊണ്ടാണ് എല്ലാവരും ഒരേപോലെ വീട്ടിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. തറവാട് വീടാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ ആരും താമസമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും കൂടുന്ന സമയത്ത് ഇതൊന്ന് വൃത്തിയാക്കി നമ്മൾ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട്. ഇവിടെ ഈ മുറ്റത്തൊക്കെ വെച്ചിട്ടാണ് പല പരിപാടികളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. ഈ വീട്ടിൻ്റെ ഉള്ളിലില്ലേ പണ്ടത്തെ പത്തായം, അതായത് പണ്ടത്തെ കിടക്കുകൾ, പാത്രങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിലവിൽ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയുണ്ട്. നമ്മളിവിടെയും മാറ്റിയിട്ടില്ല. നമ്മൾ ശരിക്കും അതൊരു നൊസ്റ്റുമായിട്ട് വെച്ചേക്കുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അമ്മയുടെ വേറൊരു മാമൻ്റെ ഒരു വീടാണേ. ഭക്ഷണം കഴിച്ചാ? അപ്പോൾ ഇത് മാമിയുടെ അമ്മയാണ്. ഇതാണ് മാമി. ഭക്ഷണം കഴിച്ചാ? വീഡിയോ എടുക്കുന്നുണ്ട് വേക്കില്. ഇതാണ് മാമി. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചെന്ന സജനേച്ചിയുടെ അമ്മയാണ്. ഇതാ മാമീൻ്റെ അമ്മയാണിത്. അമ്മയുടെ മാമനാണ്. ഈ മാമൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. നമ്മളെ ഈ ആഘോഷവേളകളിലെല്ലാം പാട്ടിൽ മുൻനിരയിൽ നിൽക്കുന്ന എപ്പോഴും ഈ മാമൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു പാട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഗുളികൻ്റെ പൂജ ചെയ്യാറുണ്ട്. അധിക മാസത്തിൽ എന്തായാലും ഒരു ദിവസങ്ങൾ നമ്മൾ ഗുളികൻ്റെ പൂജ ഇവിടെ ചെയ്യാറുണ്ട്. ഇത് കാലങ്ങളായിട്ട് ഇവിടെയാണ് നമ്മൾ ആ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മാമൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ ഗുളികൻ്റെ പൂജാ സ്ഥലവും. നമ്മൾ ഈ തറവാട്ടിൻ്റെ പരിസരവും എല്ലാം കാര്യങ്ങളും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുല്ല്, ഈ മഴ സമയത്ത് അറിയാലോ പുല്ലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റി വൃത്തിയാക്കി എല്ലാവരും കൂടി ഇവിടെ ശരിക്കും നമ്മൾ ആഘോഷത്തിലെല്ലാം ഒരു വലിയൊരു പന്തലൊക്കെ ഇട്ടിട്ട് പല മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് നടത്താറുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഈ തറവാട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് പിന്നെ എൻ്റെ മുത്തശ്ശിയുടെയൊക്കെ ഭണ്ണാരത്തറ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പുതിയ വീടാവുന്നതിന് മുന്നേ ഞാൻ താമസിച്ച എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തോടിൻ്റെ കരക്കാണ് ശരിക്കും ഈ വീട് വരുന്നത്. ഇതാണ് വീട്ടിലേക്കുള്ള റോഡെങ്കിലും അതിന് മുന്നിൽ തന്നെ ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ തൊട്ടുകൂടുന്ന് നമ്മളെ കണ്ടിട്ട് കുരക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് സ്ഥലം. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് വയലാണ്. ഇതാ കംപ്ലീറ്റ് എവിടെ നോക്കിയാലും വയലാണ്. അതുപോലെ ഇതാണ് ഈ തോട് വരുന്നത്. ആദ്യമൊക്കെ ഇവിടെ തോട്ടിൻ്റെ കരയിൽ ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ തോട്ടിൻ്റെ സൈഡെല്ലാം കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടാണ് ഉള്ളത്. ഒരു ബന്ധു വീട് തന്നെയായിരുന്നേ. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവരവിടെ ഇല്ല, അവരിപ്പോൾ റെൻറ്റിന് കൊടുത്തിരിക്കുവാണ്. മോളെവിടെ പോയി? ഇന്ന് പണിമുടക്കായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയല്ലേ? ഓ അതെയാ, അതുകൊണ്ട് അടിപൊളി തന്നെ. നമുക്ക് ഇതേപോലെ ഹർത്താലിനല്ലേ ലീവ് കിട്ടുമോ? ഓ അതെ അതെയാ. കഴിഞ്ഞ്
അപ്പോൾ നമ്മളെ തറവാട് വീട്ടിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു വയലാണ് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് വാഴയാണ് കാണുന്നത്. ഇവിടെയൊക്കെ നെല്ല്, കപ്പ ഒക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ഈ വഴിയിലേക്കൂടിയാണ് നമ്മൾ ഷോപ്പിലൊക്കെ എളുപ്പത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ആ വഴിയൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല, കംപ്ലീറ്റ് കാടായിട്ടുള്ളത്. ഒരു ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഇത് തളിച്ചിട്ട് നല്ല നീറ്റാക്കാറുണ്ട്. ഒരു കുളമുണ്ടേ, ഇതാ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തി. ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പം ശരിക്കും കുളത്തിലെ വെള്ളമൊക്കെ ചളി പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കലൊന്നുമില്ല. ഇതാ കുളത്തിൻ്റെ അവസ്ഥ. ഇവിടെയൊക്കെ ഈ 2018, 2015, 2016 ആയിരുന്നു നമ്മൾ കൂടുതലും ഇവിടെ കുളത്തിൻ്റെ അടുത്ത് വന്നിട്ടും ഒരുപാട് എന്താ പറയുക കളിച്ച് രസിച്ചിട്ടും ഒരുപാട് കുട്ടികളുണ്ടാവും. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്, അപ്പോൾ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മീനും നല്ല വലിയ വലിയ മീനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ മീനിനൊക്കെ പിടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്, മീനെ വളർത്താറുണ്ട്. ഇവിടെ ഈ വയൽക്കരയിൽ വേറൊരു വീടുണ്ട്, ഒരു തറവാട്ട് വീടാണ്. ഇപ്പോൾ ഇവിടെ ആൾക്കാർ താമസമില്ല. ഇത് 2-3 സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഈ വീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ടിറ്റു. അപ്പോൾ ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീട്ടിലെത്തി. ഞാനിപ്പോൾ കാണിച്ചില്ലേ കുളം, വയൽ, അതേപോലെ തന്നെ തറവാട് വീട്, അതൊക്കെ കാണിച്ചിട്ടില്ലേ, അതൊക്കെ ഇതിന് ചുറ്റുമായിട്ട് വരുന്ന വീടുകളാണ്. അപ്പോൾ വീട്, കുളം, അതേപോലെ തന്നെ കാവൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു 2006 മുതലെന്ന് തോന്നുന്നു. അപ്പോൾ 2006 മുതൽ ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതിന് മുന്നേ താമസിച്ചത് ഇവിടെയല്ല, നമ്മളെ പെരളശ്ശേരി അമ്പലമൊക്കെ ഇല്ലേ, പെരളശ്ശേരി അമ്പലമൊക്കെയുള്ള അവിടെ വടക്കുംപാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക്, അവിടെ അമ്മയുടെ തറവാട് വീടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് താമസം മാറി. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ താമസിക്കുന്നത് ഞാൻ കാണിച്ചല്ലോ എൻ്റെ വീട് അവിടെയാണ്. ബൈ ബൈ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ മാമൻ്റെ വീട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു റോഡാണ്. ഈ ഒരു വീട് കണ്ടോ, ഈ ഒരു വീട് ആക്ച്വലി 2016 17 ഉറപ്പില്ല, എൻ്റെ തന്നെ ഒരു പ്രൊജക്റ്റാണ്. ഇവർ ആക്ച്വലി ഗൾഫിലാണ് ഉള്ളത്. പിന്നെ ഇവരും വർഷത്തിൽ 2 മാസം ലീവിന് വരുന്ന ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ വീട് കൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് എൻ്റെ വേറൊരു പ്രൊജക്റ്റിലേക്കാണ്. അപ്പോൾ ഇതും ഞാൻ തന്നെ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഇതെൻ്റെ ഒരു കസിൻ്റെ വീടാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 2022 ഹൗസ് വാമിങ് കഴിഞ്ഞൊരു വീടാണ്. എൻ്റെ കസിൻ എന്ന് പറയുന്നത് മലബാർ ക്യാൻസർ സെൻറ്ററിലെ നേഴ്സാണ്. അവരിപ്പോൾ ഇവിടെ ഉണ്ടോയെന്നറിയില്ല, നോക്കാം. അപ്പോൾ ഇതാണ് കസിൻ്റെ വീട്. കസിൻ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിയാ? ഇതാണ് കസിന്, മലബാർ ക്യാൻസർ സെൻറ്ററിലെ നേഴ്സാണ്. ഇപ്പോൾ എത്തിയതാ. നല്ല പാചക റാണി കേട്ടോ, നന്നായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ആളാണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇൻറ്റീരിയർ വർക്ക് കൂടുതലും ചെയ്തിരിക്കുന്നത് GIയിലാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതെന്തായാലും ഇൻക്ലൂഡ് ആക്കുന്നില്ല. വേറൊരു ഹോം ടൂറുമായിട്ട് ഞാൻ എന്തായാലും വരാം. ഓക്കെ. ഇവിടെ ഇത്രയും വീടുകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ അറിയോ, ഒരു വീട്ടിലിപ്പോൾ ഫുഡ് ആക്കിയിട്ടില്ലെങ്കിലും വേറൊരു വീട്ടിൽ ഫുഡ് ഉണ്ടാവും. അങ്ങനെ ആരും എന്താ ഉള്ളതെന്ന് ചോദിക്കൊന്നുമില്ല, പോയി നോക്കില്ല. നല്ല ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഇവിടെ റെഡിയാണ്. എല്ലാവരും പണിമുടക്ക് നന്നായി ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഐറ്റംസ് ഒന്നുമല്ല ഉണ്ടാക്കിയത്, നല്ല കൂന്തൽ ഫ്രൈ ഒക്കെ ഉണ്ട് റെഡിയായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ബിജുവാട്ടോ കേട്ടോ, സജനേച്ചിയുടെ ഹസ്ബൻഡ്. ആള് നല്ലൊരു രസികനാട്ടോ. ആള് വീട്ടിൽ രസികനാണെങ്കിൽ പുറത്ത് വലിയൊരു ബിസിനസ്മാനാണ്, ഫ്ലോറിംഗ് കോൺട്രാക്ടറാണ്. അപ്പോൾ കേരളത്തിലുടനീളം വർക്ക് എടുക്കുന്ന ഒരാളാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആൾക്കാരിൽ ഒരുമിച്ച്, കുടുംബക്കാരിൽ ഒരുമിച്ചിരിക്കുമ്പോൾ എപ്പോഴും കോമഡിയിൽ മുൻപന്തിയിൽ ഈ ബിജുവാട്ടൻ തന്നെയായിരിക്കും. ആൾക്കാരെ തമാശ പറയാനും കയ്യിലെടുക്കാനും ഒരു അപാര കഴിവ്